ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ അന്വേഷണ സംഘം എപ്പോൾ വേണമെങ്കിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തേക്കാം. തുടർ നടപടികളും വൈകില്ല എന്നാണ് പ്രതീക്ഷ. ഇതിനിടെ മന്ത്രി വി.എൻ. വാസവൻ ആറന്മുളയിൽ പങ്കെടുത്ത വള്ളസദ്യയിൽ ആചാര ലംഘനമുണ്ടായി എന്ന് വാർത്ത വരുന്നു. ക്ഷേത്ര തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരി ദേവസ്വം ബോർഡിന് അയച്ച കുറിപ്പിലാണ് ആചാരം ലംഘിച്ചതായി പറയുന്നത്. ഉച്ചപൂജയ്ക്ക് സദ്യ ദേവന് സമർപ്പിക്കും മുൻപ് രാവിലെ 10:30 മന്ത്രി വി.എൻ. വാസവൻ ഉൾപ്പെടെയുള്ളവർക്ക് സദ്യ വിളമ്പി എന്നതാണ് ആചാര ലംഘനമായി നടന്നത്. ദേവൻ തൻ്റെ ഉച്ചശ്രീവലിക്ക് എഴുന്നള്ളി ഈ ഭക്തജനങ്ങളുടെ ആ സദ്യ കഴിക്കുന്ന എല്ലാം ദേവൻ തൃക്കൺ പാർത്ത് വളരെ സന്തോഷചിത്തനായിട്ട് ശ്രീലകത്തേക്ക് മടങ്ങുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ആചാരബന്ധിതമായ ചടങ്ങാണ്, കേവലം ഒരു പ്രസാദമൂട്ട അല്ല എന്നത്. വെളിയിൽ വിളക്ക് കത്തിച്ചത് ആരാണെന്നറിയില്ല. അതുമല്ല, 10:30 മണിക്കും 11:00 ഇടയിലാണ് അവിടെ ഈ സദ്യ തുടങ്ങിയത്. ദേവൻ്റെ അമൃതത്വം ഉച്ചപൂജയും 12 മണി കഴിഞ്ഞു. ആറന്മുള ക്ഷേത്രത്തിലെ ആചാരമനുസരിച്ച് ഇതിന് പ്രായശ്ചിത്തം ചെയ്തേ മതിയാകൂ എന്നാണ് തന്ത്രി പറയുന്നത്. അത് പരസ്യമായി തന്നെ വേണം. പ്രായശ്ചിത്തത്തിന്റെ ഭാഗമായി 11 പറ അരിയുടെ സദ്യ വയ്ക്കണം. തിടപ്പള്ളിയിൽ 1 പറ അരിയുടെ നേദ്യവും 4 കറിയും ഉണ്ടാക്കണമെന്നും നിർദ്ദേശമുണ്ട്. സദ്യ ദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണം. വരും കാലങ്ങളിൽ വിധിപരമായി സദ്യ നടത്തിക്കൊള്ളാം എന്ന് സത്യം ചെയ്യുകയും വേണം. എന്നാൽ മന്ത്രിക്ക് വിളമ്പിയത് വള്ളസദ്യ അല്ലെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ നിലപാട്. ഒക്കെ കഴുകി തിരിച്ച് അകത്ത് ഇവരെല്ലാവരും വന്ന് ദേവന്റെ മുമ്പിൽ വീണ്ടും ഒരു ബോധ്യപ്പെടുത്തലാണ്. ഞങ്ങൾ നിശ്ചയിച്ച പ്രകാരമുള്ള പ്രായശ്ചിത്തം അങ്ങയ്ക്ക് തിരുമുമ്പിൽ ചെയ്തുവെന്നും ഇത് ഇനി എങ്ങനെയാണോ പൂർവ്വ ആചാരപ്രകാരം നടപടിയിൽ ഉണ്ടായിരുന്നത് അപ്രകാരം തന്നെ മേലിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് എഴുതി തൃപ്പടിയിൽ സമർപ്പിച്ച് അത് ദേവസ്വം അധികാരികൾ അതെടുത്ത് നടപടിയിലാക്കുകയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രായശ്ചിത്തം ചെയ്യുകയാണെങ്കിൽ അത് ആരാണ് ചെയ്യേണ്ടത്? ദേവസ്വം ബോർഡിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, പള്ളിയോടം സേവാസംഘം പ്രതിനിധികൾ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരിക. സദ്യ ഉണ്ടവർ ഇതിൽ പെടില്ല. അതുകൊണ്ട് മന്ത്രി വി.എൻ. വാസവൻ പ്രായശ്ചിത്ത നടപടിയുടെ ഭാഗമാകേണ്ടി വരും.